വീട് ജപ്തി വരെ അനുഭവിച്ചു. ഇതിന് ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി പണയം വെച്ച വീടിൻ്റെ ആദ്യം എടുത്ത ലോണ് ഈ കഴിഞ്ഞ 2024 ജൂലൈ 20 വീട് ജപ്തി ചെയ്ത്. പലിശ എന്ന് തൊട്ടോ അന്ന് പൊട്ടി. ആ സമയത്ത് ഞങ്ങൾ ഏകദേശം 75,000 രൂപയോളം പലിശ കൊടുക്കേണ്ടതിന്. അതായത് ആ 75,000 പലിശ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രോഫിറ്റാണ്. അപ്പം കമ്പനി ലോസ് ആണ്. മന്ത്ലി പ്രോഫിറ്റ് എത്ര ഉണ്ടായിരുന്നു? പ്രോഫിറ്റ് ഇല്ല. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആൾ വലിയൊരു എമൗണ്ട് തരാണ്ട് ആ ആൾക്ക് ഏകദേശം ഒരു 9 കോടി റുപ്യോളം ലോസ് ഉണ്ട്, കടമുണ്ടെന്ന്. കോവിഡ് 9 കോടി. പിന്നെ വേറൊരാൾ ഇതേപോലെ നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു ഏട്ടാനിമാരുമായുള്ള കണക്ഷൻസുകളല്ല. ഞാനുള്ള മാർക്കറ്റ് ഇറങ്ങുന്നത്. ആ ആൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എടാ എനിക്ക് 3 കോടി കടണ്ടാ, എൻ്റെ വീട് വിറ്റാൽ എനിക്ക് 50 ലക്ഷം കിട്ടും, അതിനെക്കൊണ്ട് മാത്രം എൻ്റെ വീടാൻ വിൽക്കാൻ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനോട് പോയിട്ട് എൻ്റെ 3 ലക്ഷം 4 ലക്ഷം എങ്ങനെ ചോദിക്കും? ഞങ്ങൾ 20-ാം തീയതി അടയ്ക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, അതാണ് പ്രശ്നമായി. അത് കഴിഞ്ഞ് 20-ാം തീയതി ഒരു ബാങ്ക് ഫുൾ വന്ന് വീട് ലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മഹത്യനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ ഈ നിമിഷം ഞങ്ങൾ ചിന്തിച്ചില്ല. കാരണം ഞങ്ങൾ രണ്ടാൾ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ കുടി, ഇവൻ ചെയ്ത്. പക്ഷെ അതിൽ നമുക്ക് തോന്നി വേറൊരു കേസ് എന്താ പറയുക, ഇതിലൊരു കഥല്ല. നമ്മുടെ അടുത്ത് വലിയ പ്രൊജക്ട് വേറെ കിടക്കല്ലേ. ഹലോ, ഷാജാൻ അബൂബക്കർ. ടേണിംഗ് പോയിൻറ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ സക്സസ് സ്റ്റോറീസും വ്യത്യസ്തമായ ഓൺടർപ്രണൽ സ്റ്റോറീസും ഷെയർ ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ളത് 2 ചെറുപ്പക്കാരാണ്, 2 സഹോദരങ്ങളാണ്. അവരുടെ കഥ തികച്ചും വ്യത്യസ്തമാണ്, തികച്ചും ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് അവരെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ശരിക്കും സുബിത്തിൻ്റെയും സുജിത്തിൻ്റെയും സ്വദേശം എവിടെയാണ്? ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സ്ഥലം. ഞങ്ങൾ കമ്പനിയും കാര്യങ്ങളൊക്കെ അവിടെ, വീട് താമസമൊക്കെ കുറേ കാലങ്ങളായിട്ട് അവിടെ തന്നെ, അവിടുത്തെ ആളുകളാണ് ഞങ്ങൾ. എന്താ പഠിച്ചതും എങ്ങനെയാ പഠിച്ചത്? ഗവൺമെൻറ് ITI മാളിക്കടവിൽ, കോഴിക്കോട് ഗവൺമെൻറ് ITIയിൽ വെൽഡർ ട്രേഡാണ് ഞാൻ പഠിച്ചത്. സുജിത്ത് പഠിച്ച് JDT ITIയിൽ വെൽഡർ ട്രേഡ്. ഞങ്ങൾ ബേസിക്കലി പക്ക വെൽഡർമാരാണ്. ഞങ്ങൾ പ്രൊഫഷൻ വെൽഡിംഗ് ആണ്. നിങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ടോ, അത് നേരിട്ട് ബിസിനസ് തുടങ്ങിയായിരുന്നോ? ഞങ്ങൾ ജോലിക്ക് പോയി. ഞാൻ ഒരു 2013 പഠിച്ചിറങ്ങി ഒരു വർഷം 2 കമ്പനികൾ ട്രെയിനിങ് കഴിഞ്ഞ് അതിനുശേഷമാണ് ഈ ഹോസ്പിറ്റൽ ഫർണിച്ചർ എന്നുള്ളൊരു മേഖലയിലേക്ക് നമ്മൾ എത്തുന്നത്. കോഴിക്കോടുള്ള വലിയൊരു കമ്പനീൻ്റെ സ്റ്റാഫായിരുന്നു ഞാൻ. ഒരു മേഖലയിലുള്ള കമ്പനി, ഹോസ്പിറ്റൽ ഫർണിച്ചറിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്. അവിടെ ഞാനൊരു വെൽഡറായി വന്ന്, പിന്നെ ഒരു ചുരുങ്ങിയ കാലത്ത് അവിടെ സ്റ്റാഫ് പ്രധാനപ്പെട്ട പണിക്കാരൻ പോകുന്നതിന് ശേഷം ഞാൻ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ, വീടിനടുത്ത് തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വന്ന്, അതിനുശേഷം സുജിത്ത് കോഴ്സൊക്കെ കഴിഞ്ഞ് പഠിച്ചിറങ്ങിയ സമയത്ത് നേരെ ഈ കമ്പനിയിലേക്ക് ജോലിക്ക് വരുന്നു. അത് കഴിഞ്ഞ് ഒരു 4 വർഷത്തോളം ആ കമ്പനി തന്നെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഒരു 2017 കാലഘട്ടത്തിൽ നമ്മളൊരു സ്വന്തം ഒരു സംരംഭം വേണമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇറങ്ങിയത്. ആ സമയത്ത് കൂടെ നമ്മളോടൊപ്പമുള്ള പണിക്കാരും എല്ലാവരും കൂടി നമ്മളൊരു സദേൺ സ്റ്റാർ എന്നുള്ളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു കുന്നമംഗലത്ത് തന്നെ. നിങ്ങൾക്ക് ബിസിനസ് പാരമ്പര്യം, അച്ഛനമ്മ അവരൊക്കെ എന്താ ചെയ്യണേ? ഇല്ല, ബിസിനസ്സായിട്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു പാരമ്പര്യമില്ല. ഞങ്ങളെ കുടുംബത്തിലെ ആദ്യത്തെ ബിസിനസ്സാണ് ഞങ്ങൾ. അച്ഛൻ ഒരു സാധാരണ ഹോട്ടൽ തൊഴിലാളിയാണ്, അമ്മ വീട്ടമ്മയാണ്, ഒരു അനിയുണ്ട് വൈശാഖ്. അവനിപ്പം കുറച്ച് വർഷങ്ങളായി 2-3 വർഷമായിട്ട് ഞങ്ങളെ കൂടെ തന്നെ ബിസിനസ് മേഖലയിൽ. നിങ്ങൾ വെൽഡറായിട്ട് ജോലി ചെയ്ത് ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന സെയിം സ്വഭാവമുള്ള ബിസിനസ് തന്നെയാണ് തുടങ്ങണത്? അതെ, ആ സെയിം ഫീൽഡ് തന്നെ. 2017 അതായത് ഹോസ്പിറ്റൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ്, അതായത് കട്ടിൽ, വീൽചെയർ ഒക്കെ പ്രൊഡക്ഷൻ. നിങ്ങളുടെ ക്ലയന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസ് ആണ്, സർജിക്കൽസ്. നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 3 സ്ഥലങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് വരുന്നത്, രണ്ടാമത് സർജിക്കൽ ഷോപ്സ് വരുന്നത്, മൂന്നാമത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് വരുന്നത്. ഈ 3 മേഖലയാണ് ഞങ്ങളെ ഏറ്റവും വലിയ മീൻസ് ഇതിന്റെ സെയിൽ നടക്കുന്ന 3 മേഖലകൾ എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ ഇതിന്റെ മാനുഫാക്ചറിംഗ് അല്ലേ തുടങ്ങിയത്? മാനുഫാക്ചറിംഗ് ആണ്. ആ ഏരിയയിലെ എല്ലാ ഫർണിച്ചറിന്റെ മാനുഫാക്ചറിംഗ് തുടങ്ങി. എല്ലാം ബേസിക്കലി സ്റ്റീലാണ്. അതായത് ഒരു കട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡിനറി കോട്ടിൽ, വാർഡിലുള്ള കട്ടിൽ മുതൽ ICUലെ കട്ടിൽ, 5 ഫംഗ്ഷൻ മോട്ടറൈസ്ഡ് വരെ നമ്മളെ ഓൺ ബ്രാൻഡായിട്ട് മാറി. നിങ്ങൾ സ്വന്തമായിട്ട് കമ്പനി രജിസ്റ്റർ 2017. എത്ര രൂപ ക്യാപിറ്റൽ വെച്ചാൽ തുടങ്ങിയത്? അന്ന് ഏകദേശം ഒരു 13 ലക്ഷം രൂപേന്റെ ക്യാപിറ്റൽ മൊത്തം ഉണ്ടായി. അതെങ്ങനെ സോഴ്സ് ചെയ്തു? അപ്പോൾ ബാങ്ക് ലോൺ ആയിരുന്നു ആ സമയത്ത്. ഇനീഷ്യൽ ക്യാപിറ്റൽ ബാങ്ക് ലോൺ ആയിരുന്നു. ആധാർ ഈട് വെച്ചിട്ട് ഒരു ബാങ്ക് ലോൺ എടുക്കുന്നത്. ആദ്യത്തെ ലോണ് ഇനീഷ്യൽ ക്യാപിറ്റൽ വീടിന്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുക്കുന്നത്. സദേൺ സ്റ്റാർ എന്നായിരുന്നു, കുന്നമംഗലം ബേസ്. അതിൽ പിന്നെ നമ്മൾ 2-3 സുഹൃത്തുക്കളായാലും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒന്ന് ഫണ്ടിന് വേണ്ട റോളിംഗ്. പക്ഷേ അതിൽ പറ്റിയെന്ന് പറഞ്ഞാൽ വർക്കിംഗ് പാർട്ണർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാർ ആരും തന്നെ പണിയെടുക്കാനില്ല ഇനി. അതായത് നമുക്ക് അവിടെ ഒന്നാമത് പറ്റിയൊരു ഫാൾട്ട് എന്ന് ഞങ്ങൾ ഫണ്ട് മാത്രമാണ് നോക്കിയത്. ഫണ്ട് നോക്കിയാൽ കൂടെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് സംസാരിക്കുമ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പണിയെടുക്കാം. നമുക്ക് ഒരുമിച്ച് അക്കൗണ്ടിങ്ങിനെ പറ്റിയോ അല്ലെ അക്കൗണ്ട്സിനെ പറ്റിയോ അല്ലെ മണി മാനേജ്മെൻറ്റ് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇനി. അത്
അക്കൗണ്ടിങ് മൊത്തം, അതായത് ബാങ്കിലൊരു സ്റ്റാഫ് ഇനി അക്കൗണ്ടിങ് മൊത്തം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പ്രൊഡക്ഷൻ നോക്കി, നിങ്ങൾ മാർക്കറ്റിംഗ് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 തൂണായിട്ട് മാറിയതാണ്. അതായത് ഓപ്പണായിട്ട് പറഞ്ഞാൽ ഞാൻ മാർക്കറ്റിംഗ് ഏറ്റെടുത്ത്, മൂപ്പര് അക്കൗണ്ടിങ് ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തില്ല, ഇവൻ പ്രൊഡക്ഷൻ ഏറ്റെടുത്ത്. അങ്ങനെ പക്ഷേ ഇത് ഒരു എന്താ പറയുക, 1 മാസം 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊട്ടലും പാടലും എല്ലാം കൂടി ഞങ്ങൾ രണ്ടാൾ മാത്രമായി. വെച്ചാൽ നമുക്ക് ഈ ബിസിനസ്സായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സെക്ഷൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതിൻ്റെ ബാക്കി വർക്കുകളൊന്നും നമുക്ക് അറിയില്ല. എന്ത് സ്ട്രഗിൾ അനുഭവിച്ചേ? വീട് ജപ്തി വരെ അനുഭവിച്ചു. ഇതിന് ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി പണയം വെച്ച വീടിൻ്റെ ആദ്യം എടുത്ത ലോണ് ഈ കഴിഞ്ഞ 2024 ജൂലൈ 20 വീട് ജപ്തി ചെയ്ത്. 2017 തുടങ്ങി 2024 വരെയുള്ള 7 വർഷം ബിസിനസ് ലോസ് ആയിരുന്നു. അല്ല, ബിസിനസ് ലോസ് അല്ല. അവിടെ ഞങ്ങൾ പറ്റിയ മിസ്റ്റേക്കുകൾ പറഞ്ഞാൽ, സദൻ സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനിക്കകത്ത് ഞങ്ങൾ പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഫണ്ടിങ് ഇഷ്യൂ വന്ന്, അതായത് ഈ പറഞ്ഞ പാർട്ണർമാരായിട്ട് വന്ന ആൾക്കാർ വരെ പലിശക്കാരുടെ രീതിക്ക് ഇനി ഒരു കാലത്ത് തുടക്കകാലത്ത് നിന്നതിനെ, അത് അവർ വരുന്ന എന്താ പറയുക, ഫണ്ട് വാങ്ങുന്ന പോണ്, കണക്കും കാര്യമില്ല, അങ്ങനെ പോണേ. ഒരു പരിധി കഴിയുമ്പോൾ ഞങ്ങൾ ഫണ്ട് നടക്കൂല, കമ്പനി ലോസിലേക്കാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർത്തമാനം പറഞ്ഞ് ഡയലോഗാവുന്നു. പിന്നെ അന്ന് ഞങ്ങൾക്ക് ഫണ്ടിങ് ഇല്ല. പിന്നെ ഓട്ടോമാറ്റിക് എല്ലാവരും ചെയ്യുന്ന മാതിരി പലിശ തൊട്ട് കളിക്കുന്നത്. പലിശ എന്ന് തൊട്ടോ അന്ന് പൊട്ടി. ആ സമയത്ത് ഞങ്ങൾ ഏകദേശം 75,000 രൂപയോളം പലിശ കൊടുക്കേണ്ടതിന്. അതായത് ആ 75,000 പലിശ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രോഫിറ്റാണ്. അപ്പം കമ്പനി ലോസ്. മന്ത്ലി പ്രോഫിറ്റ് എത്ര ഉണ്ടായിരുന്നു? പ്രോഫിറ്റ് ഇല്ല, പലിശ കൊടുക്കാണ്. പലിശ എന്ന് നമ്മൾ പറഞ്ഞാൽ ബാങ്ക് പലിശ അല്ല, ഈ ബാങ്ക് പലിശയ്ക്ക് പുറമെ ബ്ലേഡിനുള്ള 75,000 രൂപ മാസം മാസം പലിശ കൊടുക്കേണ്ടതിന്. അങ്ങനെ എത്ര വർഷം റൺ ചെയ്തു? ഏകദേശം 2020 വരെ അങ്ങനെ കോവിഡ് വരെ റൺ ചെയ്തു. കോവിഡിന് ശേഷം ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഒരു 8 മാസം കമ്പനി തുറക്കില്ല. ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യും? അല്ല, കോവിഡ് കാരണം ലോക്ക് ചെയ്താണോ അതോ കോവിഡ് കഴിഞ്ഞിട്ടും തുറക്കാൻ പറ്റില്ല? ഈ കോവിഡ് കാരണം ലോക്ക് ചെയ്തത്. പക്ഷേ ഞങ്ങളെ പ്രശ്നം പൈസയാണ്. നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല? ഞങ്ങൾക്ക് ഫണ്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ വാങ്ങിച്ച കാശൊക്കെ ഇനീഷ്യൽ ക്യാപിറ്റലിലേക്ക് പോയി, അവിടെ കിടക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെന്റിൽ പോയി, അങ്ങനെ പോയി. പിന്നെ കുറേ ക്രെഡിറ്റ് പോയി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മാർക്കറ്റിൽ ഫണ്ട് ഉണ്ട്, ഇപ്പോഴും ഫണ്ട്. ഞങ്ങൾ കൊടുത്ത കുറേ ആൾക്കാർക്ക് ഷോപ്പില്ല. കൊറോണ എന്നാണ് സാധനം, അത്ര ഷോപ്പ് പോയി. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആൾ വലിയൊരു എമൗണ്ട് തരാണ്ട്. ആ ആൾക്ക് ഏകദേശം ഒരു 9 കോടി ഉറുപ്പിയോളം ലോസ് ഉണ്ട്, കടണ്ടെന്ന്. കോവിഡ് 9 കോടി. പിന്നെ വേറൊരാൾ ഇതേപോലെ നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു ഏട്ടാനിമാരുമായുള്ള കണക്ഷൻസുകളല്ല. ഞാനാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. ആ ആൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എടാ എനിക്ക് 3 കോടി കടണ്ടാ, എൻ്റെ വീട് വിറ്റാൽ എനിക്ക് 50 ലക്ഷം കിട്ടും, അതിനെക്കൊണ്ട് മാത്രം എൻ്റെ വീടാൻ വിൽക്കാൻ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനോട് പോയിട്ട് എൻ്റെ 3 ലക്ഷം 4 ലക്ഷം എങ്ങനെ ചോദിക്കും ഞങ്ങൾ? അത് എന്ത് ചെയ്യുമോ? ഇപ്പോൾ 2020 കോവിഡ് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഓപ്പൺ ആയപ്പോൾ നിങ്ങൾ ഫാക്ടറി തുറന്നില്ല? 8 മാസത്തോളം പൂട്ടിട്ട്. അതിനുശേഷം അതായത് 2020 ശേഷം, കൊറോണയ്ക്ക് ശേഷം 8 മാസത്തോളം നമ്മൾ ഇൻവെസ്റ്ററെ കിട്ടുമോ അല്ലെങ്കിൽ കമ്പനി വിറ്റ് ഒഴിവാക്കുമോ അങ്ങനത്തെ ഒരു പ്ലാനിൽ നമ്മൾ നിൽക്കുന്നത്. കുറേ ആളുകൾ ഒന്ന് കമ്പനി കണ്ട്, പക്ഷെ നമ്മളെ കടം വീഴും. ബ്രാൻഡ് നെയിം ഉണ്ട് നിങ്ങൾക്ക്, സാധനം എടുക്കാനും ആളുണ്ട്, ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയും ചെയ്യാം, നമുക്ക് അറിയും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. അതാണ് അന്നത്തെ പ്രശ്നം. അതിനുശേഷം വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമ്മളെ ഒരു 3 ആളുകളെ നമ്മൾ കണ്ടെത്തി. ഈ കണ്ടെത്തുന്ന ആളുകളൊക്കെ എന്ത് ടേംസിലാണ് കണ്ടെത്തുന്നത്? പ്രോഫിറ്റ് തന്നെ. പ്രോഫിറ്റ് ആണോ അത് നിശ്ചിത എമൗണ്ട് ആണോ? എമൗണ്ട് അല്ല, പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റിന്റെ ഞങ്ങളിൽ കഷ്ടം മുറിയും. 25%. അപ്പോൾ അന്നത്തെ നമ്മളെ ഒരു കണക്ക് പ്രകാരം ഓലുമ്പക്ക് കിട്ടുന്ന 25 എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ അപ്പുറത്താണ്, നിലവിലുള്ള ലാഭത്തിൻ്റെ അപ്പുറത്താണ് മുകളിൽ. അപ്പോൾ നിലവിലുള്ള നമ്മൾ കട കുറച്ചൊക്കെ വീടും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. അതിനുശേഷം 2024 വരെ സ്മൂത്തായി കമ്പനി റണ്ണാവുന്നത്. സെയിലുണ്ട്, കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 2022 നമ്മൾ കമ്പനി ഷിഫ്റ്റ് ചെയ്ത് ഓലെ ബിൽഡിങ്ങിലേക്ക് നമ്മൾ കമ്പനി ഷിഫ്റ്റ് ചെയ്ത്. ആ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ തന്നെയാണ്, രാവും പകലും ഇല്ലാതെ അവിടെ തന്നെ. ഞങ്ങളെ പണിക്കാർ നമ്മളൊരു ടീമാണ്. നമ്മൾ ഈ മുതലാളി തൊഴിലാളി അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല. ഒക്കെ നമ്മളെ ചങ്ങായിമാരെ ആ ലെവലിലാണ് ആ കമ്പനിയുള്ള മുഴുവൻ പണിക്കാർ. ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും ഇവരൊക്കെ വിളിക്കും. അപ്പോൾ അതിനുശേഷം ആ സമയത്തൊക്കെ നമുക്ക് ഫസ്റ്റത്തെ ലോണിൻ്റെ ജപ്തി നോട്ടീസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. 2022 മുതൽ നമുക്ക് ജപ്തി നോട്ടീസ് സ്ഥിരമായിട്ട് മാസാമാസം പോയി വരും. അപ്പോൾ നേരെ വക്കീലിനെ കാണുന്നു, സ്റ്റേ വാങ്ങുന്നു, അങ്ങനെ നിൽക്കുന്നു. കുറച്ച് പൈസ അടയ്ക്കുന്നു, 1 ലക്ഷം അടയ്ക്കും, 2 ലക്ഷം അടയ്ക്കും. നിങ്ങൾ ഈ 7 വർഷത്തിനിടയ്ക്ക് ഈ കമ്പനി നല്ല സമയത്ത് പോയ സമയത്തൊന്നും ഈ ലോൺ അടച്ചിട്ടില്ല? കൊറോണന് മുന്നേ വരെ പിന്നെ കൊറോണയ്ക്ക് ശേഷം 13 ലക്ഷം രൂപ ടോട്ടൽ ലോൺ എടുത്തതിൽ 1.5 ലക്ഷം രൂപ പിന്നെയും ലോൺ എടുത്തു. കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു ഈ വീട് ജപ്തി ചെയ്യുന്ന സമയത്ത് 13 ലക്ഷം. ആ വർഷം ഫെബ്രുവരി മാസം 7 ലക്ഷം രൂപ അടച്ചിരുന്നു. 2024 ഫെബ്രുവരി മാസം ഞാൻ 7 ലക്ഷം രൂപ മാസം ജപ്തി നോട്ടീസ് വരുന്നു. ജപ്തി നോട്ടീസ് വരുന്നത്, നമ്മൾ വക്കീലിനെ കാണുന്നത്, സ്റ്റേ വാങ്ങുന്നു, അങ്ങനെ പോകുന്നത്. മാസം 1-ാം തീയതി ജപ്തി നോട്ടീസ്, 28-ാം തീയതി കേസ് വിളിക്കും, സ്റ്റേ. അങ്ങനെ അവസാനം അഡ്വക്കേറ്റ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. അതായത് 2023
3 ഡിസംബർ 8 അയക്കുന്നത്. അപ്പോൾ തലേന്നാക്കി കത്ത് കിട്ടുന്നത്. ഡിസംബർ 8 വരും എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസുള്ളത്. അപ്പോൾ തലേന്ന് കത്തിട്ട് ഞാൻ ബാങ്കിൽ പോയി സംസാരിച്ചപ്പോൾ എന്തായാലും വരില്ല, ഒരു ദിവസമല്ലേ ഉള്ളൂ, 9 ടൈമില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെയും ജപ്തി നോട്ടീസ് വരും, മുസ്ലിം വാങ്ങ്. അങ്ങനെ ജൂലൈ സ്റ്റാർട്ടിങ്ങിൽ ഒരു ദിവസം അഡ്വക്കേറ്റ് കമ്മീഷൻ വീട്ടിൽ വന്ന് നോട്ടീസ് ഒട്ടിച്ച്. ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ മാസം ഇത്രയൊക്കെ അടച്ചിന്, നിങ്ങൾ തൽക്കാലത്തേക്ക് കുറച്ച് സമയം വേണം. ജൂലൈ 1 2 ആ സമയത്താണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ കേട്ട് ഓക്കെ പറഞ്ഞ് പോയി. അതിനുശേഷം പിന്നൊരു നോട്ടീസ് കൂടി വന്ന്, ജപ്തി നോട്ടീസ് ലേലത്തിനിട്ടെ. ആ നോട്ടീസിന് ഞങ്ങൾ സ്റ്റേ വാങ്ങാൻ വക്കീൽ പറഞ്ഞു ഇനി കിട്ടില്ല, അത്രയും മുമ്പ് തന്ന സമയം. അപ്പോൾ ആ സമയത്ത് പിന്നെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു 16-ാം തീയതി 1 ലക്ഷം, 20-ാം തീയതി 1 ലക്ഷം അടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ടേംസിലാണ് തന്നത്. 16-ാം തീയതി 1 ലക്ഷം നമ്മൾ അടച്ച്, 20-ാം തീയതി അടയ്ക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതവിടെ പ്രശ്നമായി. അത് കഴിഞ്ഞ് 20-ാം തീയതി ഇവർ ബാങ്ക് ഫുൾ വന്ന് വീട് ലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. ഈ സാഹചര്യത്തിൽ അച്ഛനമ്മയ്ക്ക് എന്താ പറയണത്? അച്ഛൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, അച്ഛൻ കറക്റ്റ് ബാങ്കുകാരോട് പറഞ്ഞ് ഞങ്ങളെ മക്കൾ ഉണ്ടാക്കിയ കടമാണ്, ഓല് പഠിച്ചിട്ട് വേറെ ഒന്നും ചെയ്തിട്ടല്ല കട ഉണ്ടായി, ബിസിനസ് നടത്തിയിട്ടാണ്, അത് വീട്ടിൽ ഓൽക്കറിയാമെന്നുള്ള ഡയലോഗ് അച്ഛൻ്റെ അടുത്ത് എന്തായാലും ഡയലോഗ് അടിച്ച്. അതിൽ വേറൊരു രസമുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ അമ്മ ഉണ്ടല്ലോ, ഈ അമ്മ പൊതുവിൽ അങ്ങനെ അല്ല, ആ ജപ്തി ചെയ്യുന്ന അന്നാണ് ഈ 4 അമ്പല യാത്ര എന്ന പരിപാടി നടക്കുന്നത്. എൻ്റെ അമ്മ അന്ന് അമ്മ വീട്ടിലില്ല, അമ്മ 4 അമ്പല യാത്രക്ക് പോയി, അമ്മ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ജപ്തി കഴിഞ്ഞ് ഞാൻ ബാങ്കായി സംസാരിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തൽക്കാലത്തെ നമ്മളൊരു സംവിധാനം അവിടെ ഉണ്ടാക്കി, പൈസ അടയ്ക്കണമല്ലോ. അപ്പം നമ്മളെ ഫ്രണ്ട് അന്നൊരു പൈസ വരുമ്പോൾ കുറച്ച് പൈസ അന്ന് തന്നെ അടച്ച്, വീട് കൈവിട്ട് പോകരുത് എന്നുള്ളൊരു സാധനം നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ഒന്ന് ഞങ്ങളോട് നേരിട്ട് ആരും ഒന്നും പറയില്ല. ഇപ്പോൾ നാട്ടുകാരായാലും കുടുംബക്കാരായാലും ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാത്ത ആൾക്കാരെ നമ്മളെ സഹായിച്ചു. ഒരു പരിചയമില്ലാത്ത ആളുകൾ സഹായിച്ചു. ഒരു പരിചയമില്ലാത്ത ആളുകൾ, ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ വെച്ചാൽ നേരെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പൈസ കൊടുക്കാളോട് എടാ ഓല എന്താ ചെയ്യൂട്ടോ, പോയി പൈസ വാങ്ങിക്കും, ആ ഒരു ഡയലോഗ് നമ്മളെ ചെവിയിലെത്തും. അതായത് നമ്മൾ സഹായിക്കുമെന്ന് വിചാരിച്ച ആളുകളൊക്കെ റിജക്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളെ സപ്പോർട്ട് കിട്ടി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്നല്ല, എന്താ നമുക്ക് സപ്പോർട്ട് തരേണ്ട ഒരു ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർ മീൻസ് അതായത് നമ്മൾ ഫണ്ട് കൊടുക്കാനുള്ള ഇത് ബാങ്ക് അല്ലാതെ പുറത്ത് കൊടുക്കാൻ ആൾക്കാരോട് ഉൾപ്പെടെ പറയുന്ന പറഞ്ഞാൽ ചെക്കന്മാർ ആത്മഹത്യ ചെയ്യും, ഇപ്പം വീട്ടിൽ പോയി കച്ചറ ഉണ്ടായിക്കുമെന്നാണ് അങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് തന്നെ. നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മഹത്യനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല? ഇതുവരെ ഈ നിമിഷം വരെ ഞങ്ങൾ ചിന്തിച്ചില്ല. കാരണം ഞങ്ങൾ രണ്ടാളുണ്ട്, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ കൂടി, ഇവൻ ചെയ്ത്. പക്ഷെ അതിൽ നമുക്ക് തോന്നി വേറൊരു കേസ് എന്താ പറയുക, ഇതിലൊരു കഥല്ല, നമ്മുടെ അടുത്ത് വലിയ പ്രൊജക്ട് വേറെ കിടക്കല്ലേ. ഈ ക്രൈസിസിനെ എങ്ങനെ ഓവർകം ചെയ്ത്? നമുക്കൊരു പ്രതിസന്ധി, ഒരു പ്രശ്നം എന്തെങ്കിലും ആവാൻ സംഭവിക്കട്ടെ, ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ കാര്യങ്ങൾ വരിക. അതിപ്പോൾ ലൈഫ് എന്ത് പ്രേമോ അല്ലെങ്കിൽ എന്ത് വേണമായിക്കോട്ടെ, നമുക്ക് എന്താ പറയുക, ഒരു മാനസികമായിട്ട് ഡൗൺ ആകുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരാൾ വേണം. അങ്ങനെ വരുമ്പോൾ കാലാകാലം ഡിപ്പെൻഡ് ചെയ്യണോ? ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ആരും ഡിപ്പെൻഡ് ചെയ്തില്ല. മീൻസ് അത് എന്ത് സ്ട്രഗിളാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ അവനോട് എന്താ ചെയ്യുക, ആട് പോട്ടെ, എന്തായാലും ഇന്നൊരു ദിവസം കൂടെ ലോകം അവസാനിക്കൂലല്ലോ. ഡയലോഗ് അതാണ്, ഇന്നൊരു ദിവസം അല്ലെങ്കിൽ എന്ത് വേണോ, ഇന്ന് രാത്രിയോട് കൂടി ലോകം അവസാനിക്കണം. അത് സംഭവിക്കില്ല. നാളെ നേരം വെളുക്കൂ, നാളെ നമുക്ക് ഉദയമുണ്ട്. ഇന്ന് രാത്രിയോട് ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നോട് തീരണോ, ഞാനും നിങ്ങളും എല്ലാവരും ഉൾപ്പെടെ ഇന്നോടുകൂടി തീരണോ, അത് സംഭവിക്കുന്നില്ല. അപ്പോൾ നാളെ എന്തായാലും നേരം വെളുക്കൂ, ഇന്ന് കരഞ്ഞാലും നാളെ ചിരിക്കൂ. ആ ഒരു ഡയലോഗ്, ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ മോളാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അവിടെ തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരാൾക്ക് മീൻസ് ഫ്രണ്ട് അതായത് ഫണ്ടർ അങ്ങനെ തന്നെ പറയാം, ഓൾക്ക് ഇത് അറിയൂലേനി, നമ്മളെ പോലെ എന്താ പറയുക, നമ്മളെ ഓൾക്ക് അറിയൂലേ ഞങ്ങളിങ്ങനെ ഒന്നാമതുള്ള ഞങ്ങൾ ആരോടും ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ പറയലില്ല. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാന്നല്ലാതെ ഒരാളോട് ഞങ്ങൾ പറയലില്ല. അപ്പോൾ ഈ സാധനം പോലെ അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ ചെറിയ എമൗണ്ടിന് തന്നെ ഒരു സാമ്പത്തിക സഹായം എന്ന രീതിക്ക് എന്താ പറയുക ഒരു 3-4 ദിവസം കൊണ്ട് ഫണ്ടായി. ആ ഫണ്ട് എടുത്ത് നേരെ ആധാർ എടുത്ത് വീട്ടിൽ കൊടുത്ത്, അപ്പോൾ ഫ്രീ ആയി. അങ്ങനെ ഫ്രീ ആയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ വീട് അത് ഞങ്ങൾക്ക് സിബിലില്ല, സിബിൽ പോയി. ഇന്നിപ്പോൾ എന്താണ് 100 ഏക്കറിൻ്റെ ഒരു ആധാരം കൊണ്ടുവച്ചാലും ലോൺ കിട്ടൂല, സിബിലില്ല. ഞങ്ങൾക്കൊരു അനിയനും കൂടിയുണ്ട്, ഞങ്ങൾ അനിയനെ കൂടെ കൂട്ടിപ്പിടിച്ച് അനിയനെ കൂട്ടിപ്പിടിച്ചിട്ട് ഈ വീട് എൻ്റെ പേരിൽ ഒരു 500 രൂപേൻ്റെ മുദ്രവയ്പ് ഉണ്ടാക്കി. എൻ്റെ അച്ഛൻ ഈ വീട് അനിയന് വാടകയ്ക്ക് കൊടുക്കുന്ന മാതിരി. പിന്നെ വീടാണ് നമ്മുടെ ഐഡന്റിറ്റി, സ്ഥാപനമായി. അപ്പോൾ മറ്റേതൊക്കെ പോയി. ഏകദേശം ഈ പറഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ഏകദേശം 3.5 കോടിയുടെ കച്ചവടം ഉണ്ട്. 60 ലക്ഷം രൂപ നമ്മളെ പാർട്ണർഷിപ്പായുള്ള ഫണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങളെ പൈസ വാങ്ങിയിട്ടില്ല. അതായത് വാങ്ങാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് കടങ്ങൾ വിടണം, ഒരുമിച്ച് ഫണ്ട് കിട്ടണം, ഹ്യൂജ് എമൗണ്ട് ആയിട്ട് കിട്ടണം. അല്ലാതെ ചെറിയ പൈസ കിട്ടിയിട്ട് കാര്യമില്ല. നിലവിൽ ആ കമ്പനിയിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്, വർക്ക് ചെറുതുപോലെ നിങ്ങൾ ഇൻവോൾവ് അല്ല? ടൂൾസ് വരെ അവിടെ മിഷറീസ് വരെ ഞങ്ങളതാ. അവരായിട്ടുള്ള റിലേഷൻഷിപ്പോ
എത്ര നല്ല ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല, മെസ്സേജ് കാണൂല. അതിന്റെ ഓഫീസ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള രീതിക്ക് പുതിയ കമ്പനി ഉണ്ടാക്കാൻ. ഈ കമ്പനി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ കമ്പനിയാണോ? പ്രൊപ്രൈറ്റർഷിപ്പ് പുറത്തുനിന്ന് ടൈറ്റ് അഗ്രിമെന്റ് ചെയ്ത് പാർട്ണർഷിപ്പ് പാർട്ണർമാരെന്നുള്ളത്. കാരണം ഞങ്ങളുടെ ഓൾറെഡി ഡയറക്ടർമാരായി കയറുമ്പോൾ ഞങ്ങൾ സിബിലും കൂടി ചെക്ക് ചെയ്യും ബാങ്ക്. അപ്പോൾ നാളെ ഞങ്ങൾക്ക് ഒരു ഓഡിയോ സാധനം പാസ്സായി കിട്ടണമെങ്കിലും എന്താണെങ്കിലും അത് ബാധിക്കും. അങ്ങനെ അവിടെ ഞങ്ങൾ ചെയ്തു പറഞ്ഞാൽ ചെന്നൈയിൽ ഇതേപോലെ കമ്പനിയുണ്ട്, ഈ എറണാകുളത്ത് അതുപോലെ കമ്പനിയുണ്ട്, കോട്ടയത്ത് ഇതുപോലെ കമ്പനിയുണ്ട്. ഓലൊക്കെ എന്നാൽ നമ്മളൊരു വ്യക്തിബന്ധം ഒന്നാമത് വ്യക്തിബന്ധം ഭയങ്കരമായിട്ട് വെക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഓല എന്താ പറയുക, നമ്മളെ ഈ അനിയന്മാരെ മാതിരിയാണ് ഞങ്ങളെ കാണുന്നത്. അപ്പോൾ അവർ ചെയ്ത കേസ് എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് സാധനം ക്രെഡിറ്റ് തന്ന് അവിടുന്ന് പിന്നെ ഞങ്ങൾ സെയിൽ തുടങ്ങി. കാരണം ഞങ്ങൾ തന്നെ, വേറെ ആരുമില്ല, ഒറ്റ സ്റ്റാഫ് പോലും ഇല്ല. അങ്ങനെ ആ തുടങ്ങിയ സാധനം ഈ ഒരു 6-7 മാസം കൊണ്ട് ഏകദേശം 45-50 ലക്ഷം രൂപ GST ബില്ലോട് കൂടിയിട്ടാണ് കമ്പനി മെഡിഹെൽത്ത്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ 2 ഔട്ട്ലെറ്റിൻ്റെ സംസാരം കഴിഞ്ഞ് അവിടെയുള്ള പണികൾ തുടങ്ങാനുള്ള ഇരിക്കുക. അതുവരെ നമ്മൾ എയറിലുള്ളത് ആ കമ്പനി മെഡിഹെൽത്ത് എന്നുള്ള കമ്പനി. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ പൈസ വാങ്ങി തരണമല്ലോ, എറണാകുളത്ത് നമ്മളെ സുഹൃത്തുക്കൾ പൈസ ഫണ്ട് തന്നു, ആ ഫണ്ട് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പം നമ്മളെടുത്ത ആധാരം ബാങ്കിൽ വെച്ചിട്ട് ഈ പൈസ തിരിച്ചു കൊടുക്കുക, സിമ്പിൾ പരിപാടിയുള്ളൂ. ഈ ഇത് വെച്ചിട്ട് നമ്മളെല്ലാ ബന്ധങ്ങളും വെച്ച് നമ്മുടെ നാട്ടിലെ നമ്മളെ ഏറ്റവും കയറി ചെല്ലാൻ പറ്റുന്ന ബാങ്ക് ഉണ്ടല്ലോ, അവിടെയാണല്ലോ പോവുക. ആ ബാങ്കിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും മോശമായുള്ള അനുഭവമായിരുന്നു കിട്ടി. നമ്മുടെ വീട് അപ്സ്റ്റർ വീട്, ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, 5 സെൻറ്റ് സ്ഥലമുണ്ട്, അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉള്ള സ്ഥലമാണ്. ആ വീടിന് വെറും 6 ലക്ഷം രൂപയിൽ വാല്യൂഷൻ കണ്ട്. അതായത് നമ്മൾ ഏത് നേരം കയറി ചെല്ലാൻ പറ്റുന്ന എപ്പോഴും ആക്സസ് ഉള്ള ഒരു ബാങ്ക് നാട്ടിലെ. അപ്പോൾ അത്രയൊക്കെ വാല്യൂഷൻ കാണുമ്പോൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ലോൺ വേണ്ടായിരുന്നു. അതേസമയം ഞങ്ങൾ അതെടുത്ത് പ്രൈഡ് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്, അവിടെ അരുൺ സാറാണ്. അപ്പോൾ മൂപ്പര് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ ലീഗൽ പേപ്പറുകളൊക്കെ ഓക്കെ ആണോ, എത്രയാണോ മാക്സിമം ഈ പക്ക ലീഗലായുള്ള വാല്യൂഷൻ കിട്ടുന്ന പൈസ അതിൻ്റെ ശതമാനം വെച്ച് നിങ്ങൾക്ക് തരും, ഞങ്ങൾക്ക് എത്രയാണോ കടമുള്ള ആ പൈസ പോലെ തന്ന്. അത്രയും വാല്യൂ ഈ സ്ഥലമോ കാര്യങ്ങളോ അറിയാത്തൊരു ബാങ്കാണ്. അതുപോലെ കറക്റ്റ് വാല്യൂഷൻ നടത്തി കറക്റ്റ് എനിക്ക് ലോണും കിട്ടി. അത് വെച്ച് വീണ്ടും ക്യാപിറ്റൽ റൈസ് ചെയ്ത് ആധാരത്തിൻ്റെ ആ കട ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കിട്ടി. അതായത് നിങ്ങൾ 2017 വീടിന്റെ ആധാരം പണം വെച്ച് ലോണുമ്പോൾ തുടങ്ങിയ ബിസിനസ് 2024 ആകുമ്പോൾ വീടിന്റെ ആധാരം എടുക്കാൻ പറ്റാത്ത വിഷയം കൊണ്ട് തന്നെ ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വരികയാണ്. 7 വർഷം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയെടുത്തോ ആ സാധനം ഇതേ ആധാരത്തിന്റെ പുറത്ത് തന്നെ ക്ലോസ് ചെയ്യേണ്ടി വരുന്നത്. അവിടുന്ന് പിന്നെ ഒന്നിന്ന് വീണ്ടും തുടങ്ങാണ്. ഒരു 500 രൂപയുടെ മുദ്ര പേപ്പറിന്റെ പുറത്ത് വീണ്ടും 0 തുടങ്ങുകയാണ്. ഒന്ന് തുടങ്ങി അത് കംപ്ലീറ്റ്ലി പരാജയപ്പെട്ടു. സ്വാഭാവികമായിട്ട് നിങ്ങൾ തുടങ്ങി ഒന്ന് വിജയിച്ചു വരുമ്പോൾ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ചെക്കന്മാരും മിടുക്കന്മാരാണ് എന്നുള്ള കുറെ സാധനം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞില്ലടാ അവന്മാർ പരാജയപ്പെടല് ഈ സാധനം ഉണ്ടാവും. ഇത് കഴിഞ്ഞ് നിങ്ങൾ 2ാം പ്രാവശ്യം ഇത് സെക്കൻഡ് ടൈം തുടങ്ങുമ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് തിരുത്തിയത്? ഒരാളെയും വിശ്വസിക്കരുത്. നമ്മളെ വയ്യാലെ ഇഷ്ടംപോലെ ആൾക്കാർ വരും, ചിരിച്ചു വരും, തോള് കയറ്റ് വരും, വൈകുന്നേരം ചായ കുടിക്കാൻ ആൾക്കാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നിങ്ങളിപ്പോൾ പറഞ്ഞതിൻ്റെ അടുത്ത് ഒരാളെയും വിശ്വസിക്കരുതെന്നാണ്. പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും വലിയ ക്രൈസിസിൻ്റെ സമയത്തും ഒരുപാട് ആളുകൾ നിങ്ങളെ വിശ്വസിച്ചതുകൊണ്ടല്ല നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റി? അല്ല സുഹൃത്ത്, എനിക്കിതിലൊരു ഡൗട്ട്. നിങ്ങൾ ഈ ബാങ്ക് ലോണിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ നിങ്ങൾ ഈ രണ്ടാമത്തെ ഈ ഒരു 2022 വീണ്ടും ക്യാപിറ്റൽ റൈസ് ചെയ്ത് കമ്പനി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി അവിടെ ഒരു 10-60 ലക്ഷം രൂപയുടെ കമ്പനി, ആ ബാധ്യത ആ കാര്യങ്ങളൊക്കെയോ? ആ ബാധ്യത ഞങ്ങൾ വരില്ലേ, ഞങ്ങളവിടെ വർക്കിംഗ് പാർട്ണർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ കമ്പനി ഉണ്ടായിനെ. അവിടെയുള്ള മുഴുവൻ ഫണ്ടും നമ്മൾ ഇൻവെസ്റ്റർമാർ ചെയ്യും. ആ രീതിയിലുള്ള ടേംസിൽ നമ്മൾ നിന്ന് ആ കമ്പനിയിൽ. അപ്പോൾ ലാഭത്തിൻ്റെ 25% നമ്മൾ തരും. മെഡിഹെൽത്ത് എന്നുള്ളത് അപ്പോൾ ആ കമ്പനി ഞങ്ങൾ റൺ ചെയ്യണേ. ആ കമ്പനി നമ്മൾ ആ കമ്പനി 2024 ഒരു നവംബറിൽ തുടങ്ങി. ഈ 6 മാസം കൊണ്ട് 45 lakhs GST ബില്ലുള്ള ബിസിനസ് നിങ്ങൾ ചെയ്തു. വെരി ഗുഡ്. ഒരു 0 വീണ്ടും സ്ക്രാച്ച് ഒരു ഫീനിക്സ് പക്ഷീനെ പോലെ കയറി വന്നു. ഞങ്ങൾക്ക് 2020 മുതൽ ഞങ്ങൾ നടക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതായത് ഞങ്ങൾ ഈ മെഡിഹെൽത്തിന് ഞങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ പ്ലാന്റും കൂടി വേണം. അതിന് വേണ്ടിയാണ് ഞങ്ങൾ വ്യവസായ വകുപ്പിനെ സമീപിക്കുന്നത്, കോഴിക്കോട് വ്യവസായ വകുപ്പിനെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ എന്താ പറയുക, ഞങ്ങൾ 2020 അകത്ത് ഞങ്ങൾക്ക് പ്രാന്താന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. ഞങ്ങൾ പറയുന്ന പോലെ മുഴുവൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാന്താന്നാ, ഏട്ടനും പ്രാന്താന്ന്. കാരണം സിമ്പിളാണ് സാധനം, എന്നാൽ ചെറിയ തേങ്ങ, അത് ക്രാറ്റഡ് കോക്കനട്ട്. പക്ഷെ ആ സാധനം എല്ലാവരും ചെയ്യുന്നുണ്ട്, ചെറിയ തേങ്ങ. അപ്പോൾ ഞങ്ങൾ ആ സാധനം കണ്ടെടുത്തോളം തന്നെ ആ 2020 ഞങ്ങൾ ടിപ്റ്റൂരാണ് ഇതിൻ്റെ കേന്ദ്രം. ഞങ്ങൾ ഒരുപാട് ഇതിൻ്റെ വയ്യാലെ പഠിച്ച് നടന്നൊരു സമയം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വയ്യാലെ ഞങ്ങൾ അതിൻ്റെ വയ്യാലെ പ്രാന്തന്മാരെ വഴി നടന്നിരുന്നു. ഞങ്ങൾ എന്താ പറയുക, കുറച്ച് പലിശയ്ക്ക് വരെ പൈസ വാങ്ങിയിട്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വയ്യാലെ 2020 ഞങ്ങൾ നടന്ന ആൾക്കാരാണ്. എന്താ പറയുക, വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒഴികെ ഞങ്ങളിപ്പോൾ നമ്മൾ പറയും, നമ്മൾ തന്നെ ഒന്നാമത് ഞങ്ങൾ ബിസിനസ് എല്ലാവരോടും പറയും. കാരണം ഇവിടെ എല്ലാവർക്കും ഓരോ സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ മെത്തേഡും ലൈനും ഇപ്പോൾ സാറോട് പറയുകയാണെങ്കിൽ പോലും ഞങ്ങൾ ആലോചിക്കുന്നത് എന്താ അറിയോ, സാർ തുടങ്ങണം എന്നാ. കാരണം ഇവിടെ എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്.
ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ എല്ലാവർക്കും ഒരു പേടി എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞു തുടങ്ങുമെന്നില്ല. ഒന്ന് തുടങ്ങണം. മാർക്കറ്റിൻ്റെ അകത്ത് നമ്മളെ സെയിം പ്രൊഡക്റ്റ് ഓപ്പോസിറ്റ് വന്ന് മത്സരിക്കണോ, അപ്പോൾ ഞാനും വളരും, ഓപ്പോസിറ്റ് നിൽക്കുന്നവനും വളരും. എല്ലാവർക്കും കൂടെ പോസിബിലിറ്റി. എല്ലാവർക്കും ഇവിടെ സ്ഥലം സ്പേസ് ഉണ്ട്, പക്ഷേ ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രൊജക്റ്റിന് പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു 18ഓളം ബാങ്ക് റിജക്റ്റ് ചെയ്തിന്. ഞങ്ങൾ ഈ പ്രൊജക്റ്റ് 18ഓളം ബാങ്ക് റിജക്റ്റ് ചെയ്ത പ്രൊജക്റ്റാണ്. കാരണം ഞങ്ങൾ കയറി ഇറങ്ങും, നടക്കില്ല. 18ാമത്തെ പ്രൊജക്റ്റ് മീൻസ് 19ാമത്തെ ബാങ്ക് പോകുമ്പോൾ യൂക്കോ ബാങ്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 2020 ലോക്ക്ഡൗൺ വരുന്നതിന് മുന്നെയാണ് ആ സമയം ആദ്യമായിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ മുകളിൽ യൂക്കോ ബാങ്ക്. അന്ന് അവിടെ ഒരു ശ്രീലക്ഷ്മി എന്നിട്ടാണ് അന്നത്തെ മാനേജർ പേര്. ഓലി ഈ സാധനം എന്താ പറയുക വലിയ ഈ അറ്റാക്ക് ഇതെങ്ങനെ പൊട്ടുന്നുള്ളതിനെ പറ്റി മാത്രം. അതിന് ശേഷം ഇന്നിപ്പോൾ ഏതൊരു അല്ലെങ്കിൽ പുതിയ ആൾ ചെക്കന്മാർ ഏട്ടന്മാരും എന്താ പറയേണ്ടോ ചോദിക്കും, ഞാൻ അവിടെ പറയില്ല. എന്നാൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവരും പ്രശ്നം ഫണ്ടിങ് ആണ്. ഇപ്പോൾ ഞങ്ങളും പ്രശ്നം ഫണ്ടിങ് ആണ്. ഇപ്പോൾ പുതിയൊരു ഐഡിയ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓലൊക്കെ തല പോകണമെന്ന് പറഞ്ഞാൽ ഫണ്ട് എങ്ങനെ ചെയ്യും, ആധാരം വെക്കണോ, നേരെ ബാങ്ക് പോകണം, ബാങ്ക് പറയുന്നത് ആധാരം വെക്കണം എന്ന് പറയുന്നത്, അതോടുകൂടി 50% കട്ടായി പോണ്, പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അത് എങ്ങനെ ഫ്ലോപ്പാവുമെന്ന് മാത്രം പഠിച്ചാൽ മതി. അതായത് അതെങ്ങനെ പൊട്ടും. ഇപ്പം ഞങ്ങൾ ക്രേറ്റഡ് കോക്കനട്ട് അത് പൊട്ടാൻ തേങ്ങേൻ്റെ വില ഇന്ന് മാർക്കറ്റിനകത്ത് എന്നിട്ട് 66 എന്തോന്നുണ്ട്. വില കൂടുമ്പോൾ ഞങ്ങൾ പൊട്ടും. പക്ഷെ അവിടെ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ തോട്ടം വേണം, തോട്ടം എടുക്കാൻ പൈസ ഇല്ല. പക്ഷേ ഞങ്ങൾ സ്വന്തമായിട്ട് ഏകദേശം ഒരു 5000-ൽ മേലെ തെങ്ങുകൾ ഞങ്ങൾ പരിപാലിക്കുന്നുണ്ടെന്ന്. അതിൻ്റെ വിളവ് കൊണ്ടാണ് ഞങ്ങൾ ഈ സാധനം ഓപ്പൺ ചെയ്തത്. ബിസിനസ് മോഡൽ ഒന്ന് പറയും. അപ്പോൾ 2020-ൽ ഞങ്ങൾ ഈ പ്രാന്തന്മാരെ വഴി നടന്നിട്ട് എന്താ വീട്ടുകാരൊഴികെ എല്ലാം ഞങ്ങൾ പ്രാന്താണ് ആര് വാങ്ങാമെന്ന് ചോദിച്ച പ്രൊജക്റ്റാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലോക്ക്ഡൗൺ സംഭവിക്കുന്നു. ഇപ്പോഴത്തെ നിലവിലുള്ള കമ്പനി ഡൗൺ ആവുന്നു. ഇത് അന്ന് ഒന്ന് നിന്നിണ്ടായി. ഞങ്ങളില്ലെങ്കിലും അതുവരെ ബാങ്ക് ലോൺ വരെ കറക്റ്റ് ചെയ്യുന്നേ. അന്ന് കുത്തി നിർത്തിയിട്ട് പിന്നെ അതൊന്ന് കുത്തി നിർത്തുള്ളതിലാണ് രണ്ടാമത് വന്ന ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ സ്വീകരിക്കുന്നത് പോലും. കാരണം ഞങ്ങളെ സംബന്ധിച്ച് അന്ന് ഓലോട് ഞങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പ്രൊജക്റ്റ് ഉണ്ട്, ഞങ്ങളിങ്ങനെ ഓലോട് പറഞ്ഞതാണ് ഞങ്ങൾ ഇങ്ങനെ പ്രൊജക്റ്റ് ഉണ്ട്, എന്തായാലും ഞങ്ങൾ ഇവിടെ മാത്രം നിൽക്കൂല. പക്ഷേ ഞങ്ങളെ ഇവിടെ 24 ഞങ്ങളുണ്ടാവും, പക്ഷേ ഞങ്ങൾ പ്രൊജക്റ്റ് അതുകൂടി ഉണ്ടെന്നാണ്. അങ്ങനെ ആ സാധനം പിന്നെ കുഴിച്ചു മൂടി കുറേ കഴിഞ്ഞ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞങ്ങളിപ്പോൾ ആ ഫ്രണ്ട് ഉണ്ട് ദീപക് എന്ന് പറഞ്ഞത്. അതേപോലെ ഞങ്ങളൊരു ദീപക് മീൻസ് നമ്മുടെ ഏട്ടന്മാരുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ദീപക്കാരനെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഗൾഫിലാണ്. അങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന് പിന്നെ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 2024 ഈ ജപ്തിൻ്റെ ഒക്കെ ഒരു 6-7 മാസം മുന്നേ ഞങ്ങൾ കോക്കോ ഹൗ ഫുഡ് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അതാണ് കമ്പനി. എപ്പോഴും കമ്പനിയുടെ പേര് അത് തന്നെയാണ്. അങ്ങനെ അത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് അപ്പോഴത്തെ വീടിൻ്റെ പ്രശ്നങ്ങൾ നടന്ന് പിന്നെയും മറ്റേത് പിന്നെയും ഡൗണായി. അത് പിന്നെയും കുത്തി നിർത്താനുള്ള ഓട്ടത്തിലായി. അത് കുത്തി നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വ്യവസായ വകുപ്പ് കോഴിക്കോട് വ്യവസായ വകുപ്പ് പോകുമ്പോൾ അവിടുന്ന് ഞങ്ങൾ ഈ മാനുഫാക്ചറിങ് പോകുമ്പോൾ ഈ ഒരുപാട് സ്കീമുകളുണ്ട്. ആദ്യം തന്നെ വ്യവസായ വകുപ്പ് പോയ സമയത്ത് നമുക്ക് പറഞ്ഞു നിങ്ങൾ ബാങ്കായി സംസാരിച്ചോളി, ബാക്കി എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ വിട്ട്. പക്ഷേ നമ്മൾ ബാങ്കായി ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ലോൺ ബാങ്ക് നമ്മളെ ശത്രുവാണ്, ഞങ്ങൾ ലോൺ തരില്ല, ഞങ്ങൾ MP അങ്ങനെ പ്രശ്നങ്ങളല്ലേ. അപ്പോൾ ആ സമയത്താണ് നമ്മളൊരു സുഹൃത്ത് കണ്ണൂരിലുള്ള ജെറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇടയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ ഒരു ഏട്ടനെ വരിക മൂപ്പര് ഞങ്ങളോട് ഈ എന്താ പറയുക ഒരു ബ്ലാങ്ക് ചെക്ക് കവറിലിട്ട് തരുന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ, ആ പരിപാടി നേരെ വ്യവസായം പോയിക്കോ ഞാൻ വിളിച്ചു പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ധൈര്യമാണ് മൂപ്പര് വിളിച്ചു പറയാമല്ലോ. അങ്ങനെ പോയ സമയത്താണ് ഈ അന്ന് എന്തോ ഒരു വൈകുന്നേരം നല്ലൊരു ഓഫീസറായിന് വ്യവസായ വകുപ്പിലുണ്ടായിന് ഒരു ചെറിയ കുട്ടി. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഈട് വെക്കാൻ ഒന്നുമില്ല, ഞങ്ങൾ പ്രൊജക്റ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, അതിൻ്റെ ബാക്കി എല്ലാ പരിപാടികളും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ വെറുതെ ഞങ്ങൾ പ്രൊജക്റ്റ് എടുത്തിട്ടാണ് പോയി. അപ്പോൾ ആ സമയത്ത് പറഞ്ഞ് ഹോസ്പിറ്റൽ ഫർണിച്ചറായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റിന് ഈട് വെക്കണം, ഫുഡായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ നോക്കാം. അപ്പം ഞങ്ങൾ നേരെ അതുവരെയുള്ള പ്രൊജക്റ്റ് ഒറ്റയടിക്കാട് മാറി നേരെ ഈ ഗ്രേറ്റഡ് കോക്കനട്ടിൻ്റെ പ്രൊജക്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അത് കൊടുത്തു. അത് കൊടുക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ അവിടെ നിന്ന് ഒരു മാഡം വിളിച്ച് ഗായത്രി എന്ന് പറഞ്ഞിട്ട്, അതായത് അവർ വിളിച്ച് പിന്നെ അവരുടെ ഗൈഡാണ് ഫുൾ അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് ബാക്കി എല്ലാ പരിപാടികളും. കേരള വ്യവസായ വകുപ്പിൻ്റെ കോഴിക്കോട് ഡിവിഷൻ കോർപ്പറേഷനിലെ ഗായത്രി മാഡം. അതായത് ഒരു കുട്ടീനെ എങ്ങനെയാണ് ഒരു ടീച്ചർ കൊണ്ടു നടക്കുന്നത് അതേ രീതിക്ക് ഫോളോ അപ്പ് ചെയ്ത് ഓപ്പണായിട്ടുള്ള അതുപോലുള്ള സ്റ്റാഫാണെങ്കിൽ ഇവിടെ വ്യവസായങ്ങൾ വരും. ഇവിടെ എന്താ പറയുക പുതിയ സ്റ്റാർട്ടപ്പിന് എന്താ ആ രീതിക്ക്, അതായത് അപ്പോൾ ഗായത്രി മാഡത്തെ പറ്റി എന്ത് പറയാനും തീരൂല. കാരണം ഞങ്ങൾക്ക് ഈ ലോണ് ഇതിനെ PMFME സ്കീമിൽ ഞങ്ങളെടുത്ത് ആ സ്കീം തുടങ്ങുന്നത് മുതൽ, അതായത് ഞങ്ങളെ ഡാറ്റകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് തൊട്ടിട്ട് ഞങ്ങൾക്ക് ലോണ് പാസ്സായി ലോണ് കിട്ടി മിഷനറീസ് ഇറക്കി ഞങ്ങൾ സബ്സിഡിൻ്റെ പണിക്ക് വരെ, അതായത് സ്വന്തം ഇപ്പോൾ ഗായത്രി മാഡം ഒരു കമ്പനി തുടങ്ങി എങ്ങനെയാണ് ആ രീതിക്ക്. അത് 2000
അല്ല ഇപ്പോൾ ജപ്തിക്ക് ശേഷം ഡിസംബർ അതെന്താ ശരിക്കും പ്രോഡക്റ്റ് എന്താ ഫ്രോസൺ ഗ്രേറ്റഡ് കോക്കനട്ടാ. അതായത് നമ്മൾ ചെറിയ തേങ്ങ ഫ്രോസൺ ആക്കി. കേരളത്തിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ലോക്കൽ എന്താ ബ്രാൻഡ് നെയിം എന്താ? ഹോല എന്നാ നമ്മളെ ഹോല. ബ്രാൻഡിങ്ങും ലോഞ്ചിങ്ങും ഒക്കെ വരുന്ന എങ്ങനെ? ഈ ലോഞ്ചിങ് നമ്മൾ പാണക്കാട് നിന്ന് മുനവറയിൽ തങ്ങൾ എടുത്തെത്തി. അത് ഈ പറഞ്ഞ മാതിരി യാദൃശ്യമായി എത്തിപ്പെടാം. ഞങ്ങൾ അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ആശയം നടക്കുന്ന ആൾക്കാരാണ്, രാഷ്ട്രീയപരമായിട്ട് നേരെ ഓപ്പോസിറ്റാണ്. പക്ഷെ ഞങ്ങൾ എന്തോ ഞങ്ങളൊരു സുഹൃത്ത് പറയുന്നത് അങ്ങനെ ഓപ്പോസിറ്റും സൈഡൊന്നും ഇല്ല, പണ്ട് നമുക്ക് അറിയില്ലായത്. പക്ഷേ നമ്മൾ വേറെ ലൈനാണല്ലോ. അങ്ങനെ നമ്മളൊരു സുഹൃത്ത് ഒരു ദിവസം കുന്നമംഗലത്ത് തന്നെ ഇടങ്ങൾ ഞാൻ ഒരു നമുക്ക് പറ്റിയ ഒരാളെ കിട്ടുമോ, ഈ ലോഗോ ഞങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ലോഗോ പ്രകാശനം ചെയ്യണം, ഒരു പരിപാടിയാക്കി തന്നെ നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് ബെസ്റ്റ് ആളുണ്ട്, നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കുക. മുമ്പ് വിളിച്ച് തന്നെ ദിവസം അവിടെ ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ പോയി. ഞങ്ങളവിടെ എത്തി. അതിന് ശേഷം ടോട്ടലി നമുക്ക് അതുവരെ അവിടേക്ക് കണ്ടൊരു പിക്ചർ ഉണ്ടല്ലോ, ആ പിക്ചർ അല്ല അടല്ലേ, ഫുൾ ഒരു പോസിറ്റീവ് സാധനം. പാണക്കാട് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ മാതിരി ഒരു വേറൊരു രീതിക്ക് അതിനെ കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പിക്ചറിലൊക്കെ വേറെ സാധനം ഇനി, പക്ഷെ നമ്മളവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ് നമ്മളെ പിക്ചർ തെറ്റാണ് ആ കാര്യത്തിൽ ഫുൾ ഒരു പോസിറ്റീവ് വൈബാ. അതിനുശേഷവും നമുക്കായാലും ഫുൾ ഒരു പോസിറ്റീവ് ഉണ്ടായിട്ടുള്ളൂ. മുനവറ തങ്ങളാണ് ലോഗോ പ്രകാശനം ചെയ്തത്. കൊറോണ സമയത്ത് തങ്ങളായി സംസാരിച്ച് അതിൽ നമ്മളെ പിക്ചർ ആകെ മാറ്റി. കാരണം ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഞങ്ങളിപ്പോൾ ഒരാളോട് പറയുമ്പോൾ ഞങ്ങൾ അത് എന്താ അങ്ങനെ നടക്കുമോ സംശയം ചോദിക്കുന്നത്. പക്ഷെ ഞങ്ങളോട് ഇങ്ങോട്ട് ഈ പ്രൊഡക്റ്റിനെ പറ്റി ഇങ്ങോട്ട് പറഞ്ഞത് തങ്ങൾ എങ്ങനെ ചെയ്യണോ, എങ്ങനെ മാർക്കറ്റ് ചെയ്യണോ, ഇത് എന്താ പറയുക, ഇതിപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആണ്, കറക്റ്റ് ഞങ്ങൾ പഠിച്ചതിനേക്കാൾ തോന്നുന്ന പെട്ടെന്ന് കാണുന്ന ഒരാൾ ഓപ്പോസിറ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഈ സാധനം ഇങ്ങോട്ട് പറയാം. ഇതിൻ്റെ പ്രൊഡക്ഷൻ രീതി വരെ ഇങ്ങോട്ട് പറയാം. ഇത് ശ്രദ്ധിക്കണം, അവിടെ ശ്രദ്ധിക്കണം, പാക്കിങ് ശ്രദ്ധിക്കണം, ഹൈജീൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന്. പിന്നെ എയർ കംപ്രസ് ചെയ്യുന്നിടത്ത് അവിടെ കറക്റ്റ് ടെമ്പറേച്ചർ ഇടണം. സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇത്രയും കാലമായിട്ട് ആകെ ഒരാളെ അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷേ മൂപ്പരെ എക്സ്പീരിയൻസും ഉണ്ടാവാം, അങ്ങനെ പറഞ്ഞത് കുറേ ആളുകളെ കാണുന്നതാണല്ലോ, അതുകൊണ്ടാവാം. അങ്ങനെയാണ് അവിടുന്ന് ലോഗോ പ്രകാശനം പാണക്കാട് നിന്ന് ചെയ്തത്. അതെന്നായിരുന്നു? മാർച്ച് മാസം. ഓക്കെ, മാർച്ച് മാസം ചെയ്ത് പിന്നെ പെട്ടെന്ന് വിഷു പെട്ടെന്നായ സ്ഥിതിക്ക് വിഷുവിൻ്റെ ആ സമയത്ത് ഇറക്കണ്ടെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് ഈ മെയ് 2-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഇറക്കി കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കുന്നമംഗലത്ത് അങ്ങാടി തന്നെ നമ്മൾ കമ്പനി. പ്രോഡക്റ്റ് ഇപ്പോൾ ഏത് ചാനലിലാണ് സെല്ല് ചെയ്യുന്നത്? നമ്മൾ ഡയറക്റ്റ് ലോക്കൽ ഷോപ്പിലേക്ക് കൊടുത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. എത്ര മാസമായി ഇപ്പോൾ? അതിലൊന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് 2025 ഇത് ആര് വാങ്ങൂ അല്ലെങ്കിൽ പ്രാന്താന്ന സാധനം ഇന്ന് ഞാൻ പേര് ഞാൻ പറയുന്നില്ല, ഇന്ന് കേരളത്തിൽ ലീഡ് ചെയ്യുന്ന ഒരു ഫുഡ് ബ്രാൻഡിൻ്റെ ഞങ്ങൾ സപ്ലൈ. കോക്കനട്ട് പ്രോഡക്ട്സിൻ്റെ മെയിൻലി ഉള്ള കസ്റ്റമർ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാ? 5 സ്റ്റാർ ഹോട്ടൽ ഉള്ള ഷെഫുമാർ, അല്ലാതെ ഹോട്ടലുകൾ, വെജിറ്റേറിയൻ ഹോട്ടലുകൾ നമ്മൾ ധാരാളമായി പോകും. പിന്നെ അതുകൂടാതെ നമ്മൾ സാധാരണ ആളുകൾ. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഈ 5 സ്റ്റാർ ഹോട്ടൽസിലേക്കൊക്കെ റീച്ച് ആയോ? അത്യാവശ്യം റീച്ചായി. ഗ്രേറ്റ്. 3 മാസം കൊണ്ട് അല്ല, ഒറ്റ മാസം കൊണ്ട് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. സാമ്പിളിങ് ചെയ്ത് അവർക്ക് സാധനം സാമ്പിൾ കൊടുത്ത് അവർ ഉപയോഗിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് അവർ സാധനം വാങ്ങുന്നത്. മെഡി ഹെൽത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 7 വർഷത്തെ ആ സ്ട്രഗിൾ പീരീഡിൽ വീടിൻ്റെ ആധാരം പണം വെച്ച ലോൺ, വേറെ ബിസിനസ്സിലുള്ള ബാധ്യത എല്ലാം കൂടി ശരിക്കും ഒരു ടോട്ടൽ എത്ര രൂപ ലയബിലിറ്റി വന്നിട്ടുണ്ടാവും? ഏകദേശം 40 ലക്ഷം രൂപ. 40 ലക്ഷം രൂപ, ഏകദേശം 1/2 കോടിയോളം രൂപ ലയബിലിറ്റി വന്നു. ആ ലയബിലിറ്റി എല്ലാം ഇപ്പോൾ ഓവർകം ചെയ്തു. ഏകദേശം ഒരു 80% കഴിഞ്ഞു. ബാക്കി 20% വീട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു വലിയ കടമ്പ ഓവർകം ചെയ്തു. അപ്പോൾ ഇപ്പോൾ മെഡി ഹെൽത്ത് എന്ന് പറയുന്ന പുതിയ കമ്പനി നടത്തുമ്പോൾ ഇതിൻ്റെ മുമ്പ് നിങ്ങൾ പാർട്ട്നേഴ്സായിട്ട് നടത്തിയ കമ്പനിയിലേക്ക് നിങ്ങളൊരു തിരിച്ചുപോക്കുണ്ടോ? ഇല്ല, അങ്ങോട്ട് എന്തായാലും തിരിച്ചു പോകില്ല. നമുക്ക് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് പ്ലാനിലുണ്ട്. അതിൻ്റെ ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നുള്ളത് നമ്മളെ പ്ലാനിലുണ്ട്. ഇപ്പം നിങ്ങൾ അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല, അപ്പോൾ സപ്ലൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒരേ സമയം 2 ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. ഒന്ന് FMCG സെക്ടറിലും, ഇപ്പുറത്തും. അപ്പോൾ മെഡി ഹെൽത്തിൻ്റെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? മെഡി ഹെൽത്താണ് നമ്മളെ ഹോസ്പിറ്റൽസ്. ഇന്ന് ഈ ഹോസ്പിറ്റൽ സെക്ഷനിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇല്ല പറയും, പക്ഷേ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പോകണം ഞങ്ങൾ മെഡി ഹെൽത്താണ്. ഏറ്റവും കൂടുതൽ ബെഡായാലും വീൽ ചെയർ ആയാലും പ്രൊഡക്ഷനിലേക്ക് വരും. ശരിക്കും നിങ്ങൾക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നതല്ലേ? പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അത് ആ ക്ലാഷിൽ അത് ഇല്ലാണ്ടായി പോയി. നമ്മൾ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സും ഡയറക്റ്റ് ഹോൾസെയിലേഴ്സും നമ്മളുള്ളത്. ഓക്കെ. അപ്പം ആ രീതിക്ക് നമ്മൾ ഇപ്പോഴും സെയിൽ ചെയ്യുന്നത് അങ്ങനെ തന്നെ. ഈ ഗ്രേറ്റഡ് കോക്കനട്ടിന്റെ പ്രോഡക്റ്റിന്റെ പേരെന്താ? ഹോല. എന്താ അതിന്റെ? ഹലോ. ഓക്കെ. അതിലിപ്പോൾ എത്ര സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്? ഏകദേശം ഒരു 24ഓളം ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മെഡി ഹെൽത്തിൽ 6-7ഓളം സ്റ്റാഫ് മെഡി ഹെൽത്തിലും ഫീൽഡിൽ. ടോട്ടൽ ഏകദേശം ഒരു 40ഓളം സ്റ്റാഫിന് ഇപ്പോൾ ജോലി കൊടുക്കുന്നുണ്ട്.
30-35 സ്റ്റാഫിൻ്റെ അടുത്തോളം. പിന്നെ ഇതല്ലാതെ വർക്ക് അറ്റ് ഹോം ആയിട്ട് ടെലികോളർമാർ വേറെ ഉണ്ട്. ഇതല്ലാതെ വർക്ക് അറ്റ് ഹോം അങ്ങനെ ടെലികോളർമാർ 5-6 ആൾക്കാർ അങ്ങനെ വർക്ക് അറ്റ് ഹോം ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി. ഇത് മെഡി ഹെൽത്ത് അതൊരു മറ്റേ ഡിഫൻഡറിൻ്റെ കഥ പറഞ്ഞ മാതിരി നമ്മൾ ഡിഫൻഡറാണ് മെഡി ഹെൽത്ത്. ഞങ്ങൾ എപ്പോഴൊക്കെ പ്രതിസന്ധി ചെയ്യാൻ നിന്നീനോ അപ്പോൾ ഒക്കെ ഞങ്ങൾ കാര്യം ഫണ്ടും കൊണ്ടുവന്നത് മെഡി ഹെൽത്താണ്. ഞങ്ങൾക്ക് എന്താ പറയുക ഇത് തുടക്കാൻ വേണ്ടി പ്രൊജക്റ്റ് വർക്ക്, അതായത് ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഫണ്ടിങ് ഇല്ല. ഒരു പ്രൊജക്റ്റ് എഴുതണം, ഇത് അങ്ങനെയല്ലേ ഫണ്ടിങ് പോലും ഇല്ല. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മെഡി ഹെൽത്ത് എന്ന് പറഞ്ഞ ഈ ഒറ്റയാൾ പോരാളിയാണ് ഞങ്ങൾക്ക് ഫണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നത് ഏതാ? രണ്ടും ഒരുമിച്ച്. അതായത് 6 മാസം മുമ്പ് സ്വന്തം വീടിന്റെ ജപ്തി കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന അവസ്ഥയിൽ നിന്ന് 60 ലക്ഷത്തിൻ്റെ അടുത്ത് 50 ലക്ഷം 1/2 കോടിയോളം രൂപ കടം വീട്ടി ഒരേ സമയം 2 കമ്പനി ബിൽഡ് ചെയ്ത് 2 കമ്പനിയിലും കൂടിയായിട്ട് 40 പേർക്ക് ജോലിയും 2 കമ്പനിയിലും GST ബില്ല് പേ ചെയ്യുന്ന മാന്യമായ 1/2 കോടിയോളം ടേൺ ഓവർ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് സക്സസ് സ്റ്റോറി. ഒരു 6 മാസം മുമ്പ് 1/2 കോടിയോളം രൂപ ബാധ്യത ഉണ്ടായിരുന്ന നിങ്ങൾ ഇന്ന് GST ബില്ലടയ്ക്കുന്ന 1/2 കോടിയോളം ടേൺ ഓവറുള്ള 2 ഓണ്ടർപ്രണേഴ്സായി. നമ്മളൊരു വിഷൻ എന്താ വെച്ചാൽ ഹോലയിൽ ഒരു 2 വർഷം കൊണ്ട് ഒരു 50 കോടി ടേൺ ഓവർ ഹോലയിൽ, അതേപോലെ തന്നെ ഒരു 30 കോടീൻ്റെ അടുത്ത് ടേൺ ഓവർ മെഡി ഹെൽത്തിൽ എത്തിക്കുക. അതാണ് നമ്മളൊരു പ്ലാനും. നമ്മളൊരു 80 കോടി ടേൺ ഓവറിലേക്ക് 30 എത്തിക്കുക. അതാണ് പ്രോപ്പറായിട്ട് ഞങ്ങൾ ഓരോ മന്ത്ലി വെച്ചുകൊണ്ട് ആ ഒരു കറക്റ്റ് ആ ഒരു പ്രോപ്പറായിട്ട് കോർപ്പറേറ്റ് കമ്പനി എങ്ങനെ റൺ ചെയ്യുന്നുള്ള ആ രീതിക്ക് തന്നെയാണ് ഞങ്ങളുടെ കമ്പനികൾ ഇപ്പോൾ റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഹോലയായി നമ്മളെ ബന്ധപ്പെട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് നിന്ന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് ഞാൻ, സുജിത്ത്, വൈശാഖ് ഞങ്ങളൊരു ബ്രദറാണ്. അതുകൂടാതെ ദീപക് ഞങ്ങൾ ഏറ്റവും ഇൻറ്റിമേറ്റ് സുഹൃത്താണ്. ഞങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എപ്പോൾ ഉണ്ടായിനോ ഒരു വിളിൻ്റെ അപ്പുറത്ത് ദീപക്കുണ്ട്. സുജിത്തിനും സുബിത്തിനും ഇനി നിങ്ങളെപ്പോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ സ്ട്രഗിൾ നിൽക്കുന്ന ആൾക്കാരടുത്ത് നിങ്ങളുടെ ഇപ്പം നിങ്ങൾ പോയ ഒരു വളരെ ഷോർട്ടസ്റ്റ് പീരീഡിലാണ് നിങ്ങളൊരു ബൂമറാങ് പോലെ തിരിച്ചു വന്നത്. അങ്ങനത്തെ ആളുകളോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ? ഇന്നൊരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കൂല, അത് തന്നെ, വേറെ ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കേസ് എത്രത്തോളം ഫ്ലോപ്പിലേക്ക് പോകണോ അത്രത്തോളം ഹിറ്റാവും, ഗ്യാരണ്ടിയാണ്. എത്രത്തോളം മാക്സിമം എത്ര ഫ്ലോപ്പ് ആവുന്നോ അത്ര. പിന്നെ രണ്ടാമതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് വിടരുത്. നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, ഈ കഴുകന്മാരെന്നൊക്കെ പറയില്ല ഫോക്കസ് ചെയ്യുന്നത് പരുന്ത്, അതേപോലെ ഫോക്കസിങ് അതിൻ്റെ മുകളിൽ നമ്മളൊരു ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് എത്തിയിട്ടേ നിർത്താൻ പാടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളും വരും, ഒക്കെ ഫേസ് ചെയ്യുക. എന്തായാലും നമ്മളെ സ്വപ്നങ്ങൾ നമുക്കറിയാം എവിടെ എത്തുന്നത്. ആ സ്വപ്നത്തിന് വേണ്ടി പണിയെടുക്കുക, എന്നാൽ ആ സ്വപ്നം ഉറപ്പായി. ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ വേറൊരു പ്രൊജക്റ്റ് ഒരാളോട് പറയുമ്പോൾ പോലും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എന്താ ഞങ്ങൾ കാണിച്ച് 2 കമ്പനി കാണിച്ചു. ഈ ഒരു 6 മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് ഞങ്ങൾ ഒരു സമയത്ത് അത്ര ഓട്ടങ്ങളേനി, അന്ന് ഞങ്ങൾ വേണ്ടി ജീവിച്ചില്ല. ഇന്നിപ്പോൾ എന്താണ് ഒക്കെ അന്ന് ഞങ്ങൾ ഇത്ര 7 വർഷത്തോളം ഞങ്ങൾ എന്തൊക്കെ ഒഴിവാക്കിയോ. ഞങ്ങൾ ടൂർ പോലും പോയില്ലേനി. ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ഒരു വണ്ടി എടുത്ത് പോളോ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾ എന്തൊക്കെയാണോ ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരുന്നത് അത് മുഴുവൻ ഞങ്ങൾ ഞായറാഴ്ചകളിലും മാത്രം, ബാക്കി ടൈമില്ല, ഞായറാഴ്ചകളിലും മാത്രം ഞങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. ഇപ്പോൾ 6 മാസം മുമ്പ് അനുഭവിച്ച കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞായറാഴ്ച മാത്രം ഉറങ്ങണില്ലേനി. ഞായറാഴ്ച മാത്രം ഉറങ്ങും, കാരണം അന്ന് ബാങ്ക് ലീവാണ് കാര്യമായിട്ട്. അന്ന് ഞായറാഴ്ച ബാങ്ക് ലീവ് എന്ന് പറഞ്ഞാൽ അന്ന് മാത്രമേ ബാങ്കിൽ നിന്ന് ബ്രോക്കർമാരോ ബാങ്ക് മാനേജറോ വീട്ടിലേക്ക് വരാതെ നിൽക്കുന്ന ദിവസമുള്ളൂ. ബാക്കിയുള്ള ദിവസം വീടിൻ്റെ മുന്നിൽ കൂടെ ഒരു ബൈക്ക് പോയാൽ പോലും ഉള്ളിൽ ഇങ്ങനെ കാളിയിനി ഒന്നത്. പിന്നെ വേറൊരു രസകര കോമഡി എന്ന് പറഞ്ഞാൽ ഒരു ഡേ മന്നൻ ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി, അങ്ങനെ 4 ദിവസം അവധി. രണ്ടാം ശനി, ഞായറാഴ്ച, തിങ്കളാഴ്ച എന്തോന്ന് അവധി, ചൊവ്വാഴ്ച അവധി, ബുധനാഴ്ച അങ്ങനെ അടുപ്പിച്ചു തന്നീനി. ഞങ്ങൾ 4 ആഴ്ച ഉറങ്ങാലോ. ഞങ്ങൾ തിങ്കളാഴ്ച ബാങ്കിൽ പോയി നോക്കുമ്പോൾ അന്ന് ബാങ്ക് ഓപ്പണാണ്. സംസ്ഥാന 6 മാസം മുമ്പ് ബാങ്ക് തീരുമാനിക്കും നിങ്ങൾ എപ്പോൾ ഉറങ്ങണം. ഇപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എപ്പോൾ ഉറങ്ങണം. അതാണ് അതിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. എന്തായാലും നിങ്ങളെ 2 സംരംഭങ്ങളും മെഡി ഹെൽത്തും നേരത്തെ പറഞ്ഞ പോലെ ഒരു 50 കോടി ടേൺ ഓവറിലേക്കും അതേപോലെ ഹോലയും എല്ലാ കിച്ചണിലേക്കും എത്തട്ടെ. വലിയ സക്സസ് സ്റ്റോറി ആവട്ടെ. നിങ്ങളെപ്പോലെ സ്ട്രഗിൾ ചെയ്ത് വരുന്ന എല്ലാവർക്കും നിങ്ങളൊരു റോൾ മോഡൽ ആവട്ടെ, ഒരു മോട്ടിവേഷൻ ആവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.